ഹലോ, ഇന്ന് നമുക്ക് ബട്ടർ പനീർ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം സവാളയും പച്ചമുളകും ഞാൻ ഇതേ കാണിക്കുന്ന പോലെ അരിഞ്ഞെടുക്കണേ. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു സ്ലൈസ് ബട്ടർ ആഡ് ചെയ്തിട്ട് അത് ചൂടായി വരുമ്പോൾ ഇത് രണ്ടും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. അത് കഴിഞ്ഞ് 2 തക്കാളി അതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണേ. ഈ സമയത്ത് നമ്മുടെ പനീർ എടുത്തിട്ട് അത് ഇതുപോലെ സ്ലൈസായിട്ട് മുറിച്ചെടുക്കണേ. പിന്നെ നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ബട്ടർ ആഡ് ചെയ്തിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സ്ലൈസായിട്ട് വെച്ചിരിക്കുന്ന പനീർ എടുത്ത് അതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. ഇത് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാമേ. എന്നിട്ട് അതിനകത്തോട്ട് ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞ് കുറച്ച് കാഷ്യൂ നട്ടും കൂടെ എടുക്കുന്നുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ മുഴുവനായിട്ട് വേവിക്കാൻ വെച്ച തക്കാളി ഉണ്ടല്ലോ, അതെടുത്ത് തൊലി കളഞ്ഞ് അതും കൂടി ഈ ജാറിലിട്ട് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴേക്കും നമ്മുടെ വഴറ്റാൻ വെച്ച സവാളയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മസാലയും അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. അത് കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് ഒരു ശകലം പെരിഞ്ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് ഇതിനകത്തോട്ട് നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. അത് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് ഒരു ശകലം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന പനീറില്ലേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അതൊരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ പനീർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ പനീർ കുറച്ചൊന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.